ഹായ്, ഇറ്റ്സ് മീ മെർലിൻ. രാവിലെ പള്ളിയിൽ പോകുന്ന കാഴ്ചയോട്ടോ ഈ കാണുന്നത്. ഓഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യ ദിനവും അതോടൊപ്പം മാതാവിൻ്റെ സ്വർഗ്ഗാരോപണ തിരുനാളുമായിരുന്നല്ലോ. സോ രാവിലെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. പള്ളിയിലും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഫ്ലാഗൊക്കെ റെഡിയായിരുന്നു. സോ അച്ഛൻ പള്ളിയിൽ കഴിഞ്ഞ് പതാകയെല്ലാം ഉയർത്തി പായസ വിതരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പായസം കുടിക്കാൻ നിന്നില്ല കേട്ടോ, കാരണം എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം പള്ളി കഴിഞ്ഞ പാടെ ജസ്റ്റ് പോകുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് അങ്കൻവാടീൻ്റെ മുന്നിൽ ഒത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ സ്കൂളിൽ പോകാൻ വേണ്ടി കുട്ടികൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. പതാകയും ബലൂൺസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇൻഡിപെൻഡൻസ് ഡേക്ക് അനുയോജ്യമായ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് കുട്ടികൾ നിന്നത്. ഞാനവിടെ എത്തി. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൻറ്റി ആണെങ്കിൽ പായസം ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും എത്തുമ്പോഴല്ലേ, ഒത്തൊരുമയോടെ കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ എല്ലാം നല്ലതായിട്ട് വരിക. സോ ഞങ്ങൾ അതിനോട് വെയിറ്റ് ചെയ്യാണ്. സാർ ഇൻഡിപെൻഡൻസിൻ്റെ ഫ്ലാഗ് ഉയർത്തി. ദേശീയ ഗാനത്തിനെല്ലാം ശേഷം നമുക്ക് പായസ വിതരണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സോ പായസം നല്ല അടിപൊളി പായസമായിരുന്നു. സേമിയ പായസമായിരുന്നു കേട്ടോ. എന്നാലും പാകത്തിന് മധുരവും അധികം കുറുകി പോവാണ്ടൊക്കെ നന്നായിട്ട് തന്നെ ആൻറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങളെല്ലാം കുടിച്ചു കേട്ടോ. നമുക്ക് മാത്രമല്ല, നമുക്കറിയാവുന്ന ആൾക്കാർക്കൊക്കെ ആയിട്ടും നമ്മൾ പായസം വിതരണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സാറാണെങ്കിൽ ഓടി നടന്ന് എല്ലാവർക്കും പായസം കൊടുക്കുകയാണ്, പാവം. സോ സാർ ആക്ച്വലി നമ്മളെ അവിടെ നിന്ന് എല്ലാവർക്കും തന്നെ സെർവ് ചെയ്തു. പിന്നെ അവസാനം എന്നെ ഉള്ള ആൾക്കാർക്കൊക്കെ സാറായിട്ട് എടുത്തു കൊടുത്തു കേട്ടോ. എല്ലാ സ്റ്റുഡൻസും ഫാക്കൽറ്റി എല്ലാവരും ഇതിൽ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും തന്നെ കറക്റ്റ് സമയത്ത് എത്തി. പിന്നെ കുറച്ച് പേര്, അത് വിരളമാണ് കേട്ടോ, കുറച്ച് പേര് എത്തിപ്പെടാൻ പറ്റാതിരുന്നത് ബസ് ലേറ്റ് ആയതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഞങ്ങളുടെ അമ്മു മിസ്സിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അമ്മ പള്ളി കഴിഞ്ഞ് ലേറ്റായി വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു വിഷ് ചെയ്യണമെന്ന്. Happy birthday to you. പതാക ചൂർത്ത് കഴിഞ്ഞോ? ഞാൻ അമ്മൂന്ന് പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും പേര് അമൃത എന്നാണ്. അവൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ എന്തായാലും. സോ അങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പള്ളി കഴിഞ്ഞ് വന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ പായസം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് അതിലേക്ക് കടന്നു പോയ ആൾക്കാർക്കൊക്കെ നമ്മൾ പായസം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ യാത്രക്കാർ, അവർക്കൊക്കെ സന്തോഷമല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ദൂരെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പോലും ഭയങ്കര സന്തോഷമല്ലേ.